നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. ACC ഓവർ ഹൈപ്ഡ് ആണോ, എക്സ്പെൻസീവ് ആണോ, ഇനി 2026 അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ACC എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നല്ല. ഇന്ന് നമുക്കതെല്ലാം ക്ലിയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും ACC എടുക്കണോ വേണ്ടയോ എന്ന്. സോ ഹായ് ഗൈസ്, ഐ എം സിദ്ധാർത്ഥ്. ഐ എം എൻ ACC ഫൈനലിസ്റ്റ്, ഹോപ്പ്ഫുള്ളി ആൻ ACC അഫിലിയേറ്റ്. എൻ്റെ ലാസ്റ്റ് എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. റിസൾട്ട് അടുത്ത മാസമേ വരുള്ളൂ. ഒരുപാട് സ്റ്റുഡൻസിന് കൊമേഴ്സ് കഴിഞ്ഞിട്ടായാലും സയൻസ് കഴിഞ്ഞിട്ടായാലും ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടായാലും ACC കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈ വീഡിയോയിൽ നമ്മൾ ACCയുടെ സ്ട്രക്ചർ, എക്സാം ഡിഫിക്കൽട്ടി, ടോട്ടൽ എക്സ്പെൻസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ തന്നെ ആരൊക്കെ ACC എടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ 1.5x ഇട്ടായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ACC എന്ന് പറയുന്നത് ഒരു UK ബേസ്ഡ് കോഴ്സാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാടധികം പേര് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടി വരുന്നുണ്ട്. ACCയിൽ മൊത്തം 13 പേപ്പേഴ്സാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ അത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വരിക കേട്ടോ. അപ്പോൾ ഈ 13 പേപ്പേഴ്സ് പറഞ്ഞല്ലോ, ഇതിൽ തന്നെ എല്ലാ പേപ്പേഴ്സൊന്നും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളതില്ല. ലൈക്ക് K ലെവലാണെന്നുണ്ടെങ്കിൽ MA എന്ന് പറഞ്ഞ പേപ്പർ നല്ല ഡിഫിക്കൽട്ടാണ്. സ്കിൽ ലെവലാണെന്നുണ്ടെങ്കിൽ PM, അതേപോലെ തന്നെ ഓഡിറ്റ് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പേഴ്സാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ P ലെവൽ എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ലെവലാണ് കേട്ടോ. നിങ്ങൾ ആ സ്ട്രക്ചറിൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ P ലെവലിൽ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ AAA അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് അത് ഓപ്ഷണൽ പേപ്പറായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് വരുന്ന എനിക്ക് തോന്നുന്നു APM പേപ്പറാണ്. അത് അധികം പേര് ഓപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഓവറോൾ ACCനോട് ഡിഫിക്കൽട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ടു ഹൈ ആണ്. പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും. എനിക്ക് എല്ലാ പേപ്പേഴ്സും ഇതുവരെയുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റിയിട്ടുണ്ട്. വെറുതെ ആണെന്നൊന്നും പറയുന്നില്ല. ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ലോണം പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം സിലബസും ഫുള്ള് കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ എക്സാംസിനും പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ +2ൻ്റെ പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് കുറച്ച് പഠിച്ച് പോകാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ബുദ്ധിമുട്ടും, നിങ്ങളുടെ കുറേ പൈസ നഷ്ടമാവും. എന്തായാലും ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതല്ല, നിങ്ങൾ ഫാക്കൽറ്റിയൊക്കെ പറയുന്ന കേട്ട് പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെ പഠിച്ചു പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ മിക്കവാറും പേപ്പേഴ്സൊക്കെ പാസ്സാവാൻ പറ്റും. നമ്മുടെ CA പോലത്തെ ഇന്ത്യൻ കോഴ്സസ് പോലെ അല്ല ACC. നമുക്ക് റോട്ട് ലേൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റെഡി ആക്കുന്ന കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് തന്നെ നമ്മൾ ബൈ ഹാർട്ട് ആക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് പറ്റണം. ഇനി നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയാം. നമുക്ക് ACC കഴിഞ്ഞാൽ മെയിനായിട്ട് ജോലി കിട്ടുക Big 4 കമ്പനീസ് അല്ലെങ്കിൽ Big 10 കമ്പനീസ് ഒക്കെയാണ്. അതായത് ഇന്ത്യയിലേക്ക് ഓഫ് ഷോറിങ് ചെയ്തിട്ടുള്ള കമ്പനീസ്. കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PwC, ഡിലോയിറ്റ്, KPMG, EY, ഗ്രാൻഡ് തോട്ടൺ, ഇതേപോലെയുള്ള കമ്പനീസൊക്കെ എന്താ വെച്ചാൽ ഇവർ വിദേശ രാജ്യങ്ങളുടെ അക്കൗണ്ട്സും ഓഡിറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി, അതായത് ഇന്നിപ്പോൾ ജൂൺ 28-നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ചിട്ട് ജോബ് മാർക്കറ്റ് കുറച്ചധികം ഡള്ളാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വാറും കാര്യങ്ങളൊക്കെ വന്ന കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഓപ്പണിങ്സ് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് 3 കൊല്ലം കഴിയുമ്പോഴായിരിക്കും. അപ്പോഴത്തെ കാര്യം നമുക്ക് ഒരിക്കലും ഇപ്പോഴേ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് ഇതേപോലെ എന്തെങ്കിലും വരാം. അതല്ലാന്നുണ്ടെങ്കിൽ അന്ന് നല്ല ജോബ് മാർക്കറ്റ് ഉണ്ടാവും. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല ഡിമാൻഡായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിച്ചിറങ്ങിയവർക്ക് എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം. പിന്നെ ACC അങ്ങനെ പ്ലേസ്മെൻ്റ് ഒന്നും ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ബോഡി അല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജോലി കണ്ടെത്തേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ചേരുകയാണെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ആരൊക്കെ ACC എടുക്കണം നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് +2 കഴിഞ്ഞ ഉടനെ പഠിച്ച് തീരണം, നല്ലൊരു ജോലിയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ എത്തണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ACC നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. ഞാൻ എടുക്കണം എന്നൊരിക്കലും പറയുന്നില്ല, നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ACC എടുക്കരുത്, കോളേജിൽ തന്നെ പോകണം. കാരണം BCom എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ACC കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്കൊരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ BCom വേണം. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പറയാം ഈ വീഡിയോയുടെ. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോവുക. അതല്ല ACC തന്നെ എടുക്കണമെന്ന് കൺഫേം ആവുകയാണ് ഈ ഡീറ്റെയിൽസൊക്കെ കേട്ടിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ചേരുക, പഠിക്കുക, പാസ്സാവുക. ഇനിയിപ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ACCയെ കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു ACC അഫിലിയേറ്റിനെ സംബന്ധിച്ച് നമുക്ക് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ജോബ് ഓഡിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാം, ഫിനാൻസ് ചെയ്യാം, കോസ്റ്റിംഗ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടൈപ്പ് ജോബുകളുണ്ട് കേട്ടോ. കോർപ്പറേറ്റ് ലോയറിൽ നിന്നുകൊണ്ട് ഒരുപാട് റോളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ അഡീഷണൽ കോഴ്സസൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പല വെറൈറ്റി ഓഫ് ജോബ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിയുമ്പോഴേക്കും ഒക്കെ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ജോബാണ് വേണ്ടതെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്യാം. ACCയിൽ മൊത്തം 13 പേപ്പേഴ്സാണുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 13 പേപ്പേഴ്സ് മൊത്തം നമുക്ക് എഴുതേണ്ടി വരില്ല, നമുക്കൊരു BCom ഡിഗ്രി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ BComന് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം.
നമുക്കൊരു 6 പേപ്പറോളം എക്സംഷൻ കിട്ടും. അപ്പോൾ ബാക്കി ACCA കംപ്ലീറ്റ് ചെയ്യാൻ 1.5 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം മതി. നമ്മൾ കറക്റ്റായിട്ട് പാസ്സായി പോവുകയാണെങ്കിൽ 1.5 കൊല്ലം 2 കൊല്ലത്തിനുള്ളിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കോളേജിൻ്റെ ഡിഗ്രി ഉണ്ടാവും. അതേപോലെ തന്നെ കോളേജ് നമുക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അത് നമുക്ക് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ഡിഗ്രീൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോണമെന്നില്ല. കാരണം ACCA കഴിഞ്ഞ എല്ലാവർക്കും ഡിഗ്രി വേണം. ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോബ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ACCAയുടെ ഓവറോൾ കോസ്റ്റിനെ പറ്റി സംസാരിക്കാം. നമുക്ക് ആവറേജ് ഒരു ട്യൂഷൻ ഫീസായിട്ട് വരിക 3 lakhs ഒക്കെയാണ്. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഒരു 2 lakh തൊട്ടൊക്കെ കോച്ചിങ് തുടങ്ങുന്നുണ്ട്. ഇത്രയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ്. കാരണം ACCAനെ സംബന്ധിച്ച് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ പറയുന്ന ടിപ്സും അവർ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ സിലബസ് മാത്രമല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഇൻഡസ്ട്രിയുള്ള കാര്യങ്ങൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത്രയും ഫീ ഡിഫറൻസ് വരുമ്പോൾ അതിന് കാരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ. എന്ന് വെച്ചിട്ട് നിങ്ങൾ നല്ല ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി തന്നെ പഠിച്ചോണമെന്നൊന്നുമില്ല. നമുക്കൊരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടായാലും പാസ്സാവുന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ സജഷൻസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ഫീസാണ്. അത് എല്ലാത്തിനും കൂടി നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുകയാണെങ്കിൽ ഒരു 2,30,000 രൂപയോളം വരും. ഇത് കൂടുകയുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസീൻ്റെ റേറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം ആയിട്ട് ഇപ്പോൾ 89 പൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ 1 കൊല്ലം മുന്നേ പേ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ പേ ചെയ്യുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലേക്കും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈ 2,30,000 എന്നുള്ളത് 3 ലക്ഷം ആവാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാര്യങ്ങളനുസരിച്ചിട്ടാണ്. അതേപോലെ നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ് ആണ് ഇയർലി സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ സ്റ്റുഡൻസ് പേ ചെയ്യേണ്ടത് 16,000 ആണ്. അത് ഇന്ത്യൻ റുപ്പീസിലല്ല, ഇതൊക്കെ നമ്മൾ പൗണ്ടിലാണ് പേ ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് റേറ്റിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് മെമ്പറായി കഴിയുമ്പോൾ ഒരു 22,000 വരെയാണ് കറണ്ട് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ ഈ റേറ്റ്സ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും, ACCA പഠിച്ച് ഇറങ്ങിയ ഒരു സ്റ്റുഡൻറ്റിന് വിത്ത് ഡിഗ്രി എത്ര സാലറി കിട്ടും എന്നുള്ള കാര്യം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബിഗ് ഫോഴ്സ് അല്ലെങ്കിൽ ബിഗ് ടെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30,000 40,000 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അതല്ല, ചെറിയ ചെറിയ ഫേംസ് ആണെന്നുണ്ടെങ്കിൽ 20,000 തൊട്ട് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല, നിങ്ങളൊരു CAൻ്റെ അണ്ടറിൽ ഇൻറ്റേൺഷിപ്പ് പോലെ പോയിട്ട് അങ്ങനെ ജോലി ചെയ്യുകയാണ്, അതായത് CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ പിള്ളേരുണ്ടല്ലോ, അവരുടെ ഒപ്പം പോയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8,000 6,000 അങ്ങനെ വളരെ ചുരുങ്ങിയ സാലറി മാത്രമേ കിട്ടുള്ളൂ. കാരണം അത് സാലറി എന്നുള്ളതല്ല, സ്റ്റൈപ്പൻഡ് എന്നുള്ളതാണ്. നിങ്ങളവിടെ പോണത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്, ക്യാഷിന് വേണ്ടിയല്ല. പിന്നെ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് 7 LP എങ്കിലും ഏറ്റവും മിനിമം കിട്ടും. അവിടുന്ന് കൂടുകയുള്ളൂ നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട്. അതേപോലെ തന്നെ നമുക്ക് ആദ്യത്തെ 3 കൊല്ലം ACCA പഠിച്ചിറങ്ങി അഫിലിയേറ്റ് ആയ ഒരു സ്റ്റുഡൻറ്റ് ആദ്യത്തെ 3 കൊല്ലം എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിങ് പീരീഡാണ്. അപ്പോൾ അതും കൂടി കഴിയുമ്പോഴേ നമുക്ക് ACCA മെമ്പർ ആവുള്ളൂ. ഈ പറയുന്ന പോലെ ACCA മെമ്പർ ആയി കഴിഞ്ഞാൽ നമ്മുടെ സാലറി നല്ലപോലെ കൂടും. നമുക്ക് മിനിമം ഒരു 10 LP എങ്കിലും കിട്ടും. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടു. നിങ്ങൾ ഡിസൈഡ് ചെയ്യുകയാണ് ACCA തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൽ എഡ്യൂക്കേഷൻ. പ്ലാറ്റിനം അപ്രൂവ്ഡ് ആയിട്ടുള്ള സെൽ എഡ്യൂക്കേഷനിൽ പാസിംഗ് റേറ്റ് എന്ന് പറയുന്നത് 85% ആണ്. നമ്മൾ ഗ്ലോബലി ACCAൻ്റെ പാസിംഗ് റേറ്റ് എടുത്ത് നോക്കിയാൽ 40% മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയും ഒരു ഡിഫറൻസ് ഉണ്ടാവും കാരണം ACCA മെമ്പേഴ്സാണ് എല്ലാ പേപ്പേഴ്സും സെല്ലിൽ പഠിപ്പിക്കുന്നത്. സെൽ എഡ്യൂക്കേഷനിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ACCA രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 89 പൗണ്ടോളം നമ്മൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കണം. അപ്പോൾ ആ ഫീസൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. 100-ൽ കൂടുതൽ ഗ്ലോബലിയും അതേപോലെ തന്നെ ഇന്ത്യയിലും റാങ്ക് ഹോൾഡേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് സെൽ എഡ്യൂക്കേഷൻ. അവർ ജസ്റ്റ് സിലബസ് പഠിപ്പിക്കുക മാത്രമല്ല, തായ്ലൻഡ് ഇമേഴ്ഷൻ പ്രോഗ്രാം പോലെയുള്ള കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും നമ്മൾ സെല്ലിൽ പഠിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ACCA പഠിക്കാൻ വേണ്ടി സെൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജസിനെ പറ്റി സംസാരിക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ്. 1000+ ഹയറിംഗ് പാർട്ട്നേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൽ എഡ്യൂക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ഒന്നും കൂടി സിമ്പിളായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെല്ലിൽ അഡ്മിഷൻ എടുത്താൽ മതി. കാരണം ഔട്ട് ഓഫ് 5-ൽ 4.6 ആണ് ഗൂഗിൾ റേറ്റിംഗ്. ഇനി നമുക്ക് തായ്ലൻഡ് ഇമേഴ്ഷൻ പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കാം. ACCA പോലെ ഒരു ഇന്റർനാഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ സെൽ എഡ്യൂക്കേഷൻ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആയിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന തായ്ലൻഡ് ഇമേഴ്ഷൻ പ്രോഗ്രാം. തായ്ലൻഡിലുള്ള AIT, അതായത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് 50+ കൺട്രീസ് എന്നുള്ള പിള്ളേരുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടും. സോ ACCA CFA ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഒരു 5-day പ്രോഗ്രാം
പ്രോഗ്രാം ഗ്ലോബലി നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കരിയർ ബൂസ്റ്റ് പാക്കേജ് കിട്ടും. അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബൂസ്റ്റ് ചെയ്യാം, പവർ BI പഠിക്കാം, ഫിനാൻഷ്യൽ മോഡലിംഗ് പഠിക്കാം, പിന്നെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനൊക്കെ പോകുമ്പോൾ ഇന്റർവ്യൂ ഉണ്ടാവില്ലേ, അതിൻ്റെ പ്രോപ്പറായിട്ട് സ്റ്റഡി നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് തായ്ലൻഡിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു തായ്ലൻഡ് ഇമേർഷൻ പ്രോഗ്രാം. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഫുൾ എക്സ്പെൻസ് നമ്മൾ എടുക്കണം. അതൊന്നും അവരെടുക്കില്ല. നമ്മൾ പോകുന്ന ഫുള്ള് ചിലവുകൾ അവരെടുക്കണം. പക്ഷേ അവിടെ നിൽക്കാനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ അവർ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് സെൽ എഡ്യൂക്കേഷൻ്റെ ഈ ഒരു തായ്ലൻഡ് ഇമേർഷൻ പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുക്കാം. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൽ എഡ്യൂക്കേഷൻ്റെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഫൈനൽ ഡിസിഷൻ ആൻഡ് ഓൾ നിങ്ങൾ ഗൂഗിൾ റിവ്യൂസും സ്റ്റുഡൻറ്റ് ടെസ്റ്റിമോണിയൽസും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. ഞാനിത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ കുറേ ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് ഡംപ് ചെയ്തു. ലൈക്ക് എല്ലാ കാര്യങ്ങളും വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഇനി ഇതിനകത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. നിങ്ങൾ 2026 27 ACC എടുക്കണോ അതോ ഡിഗ്രിക്ക് പോകണോ, എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജോബ് മാർക്കറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ വാറും കാരണമൊക്കെ കാരണം കുറച്ച് ഡള്ളാണ്. അതേപോലെ തന്നെ നമുക്ക് ഡിഗ്രി ഇല്ലാത്തവർക്ക് ജോബ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾക്ക് ACC ചെയ്യണം എന്ന് അത്ര ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ACC ചെയ്യുക +2 കഴിഞ്ഞിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കോളേജിൽ പോയിട്ട് നല്ലൊരു BCom ഡിഗ്രി എടുക്കുക. നമുക്ക് ആ ഒരു BComൻ്റെ വാല്യൂ ഒരു ഡിസ്റ്റൻറ്റ് BComനും കിട്ടില്ല. അത് ഒരു സത്യമാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടും പറയും നിങ്ങൾ ഈ ഡിഗ്രി എടുത്തോ, ആ ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്തോ. നമുക്കൊരിക്കലും ഒരു വാല്യൂ കിട്ടില്ല. പല കൺട്രീസിലും ഈ ഡിസ്റ്റൻറ്റ് ഡിഗ്രി വേണ്ടത്ര വാല്യൂ ഇല്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. എനിക്കിങ്ങനെ പബ്ലിക്കലി വന്ന് പറയാൻ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത് നല്ലൊരു കോളേജിൽ പോവുക, അവിടെ പോയിട്ട് 3 കൊല്ലം അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ വെറുതെ കുതിര കളിച്ച് കളയല്ല. അവിടെ പോവുക, കാര്യങ്ങൾ പഠിക്കുക, നെറ്റ്വർക്കിംഗ് ചെയ്യുക, അതേപോലെ തന്നെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് പ്ലേസ്മെൻറ്റിലേക്ക് എത്താൻ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഈ 6 പേപ്പർ എക്സാമിഷൻ എടുത്ത് ACC കൂടി ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് പാത്ത്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. എനിക്കറിയാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും. ഞാൻ എല്ലാ മെസ്സേജും ഒന്നും റിപ്ലൈ തരാറില്ല. മെയിൻ കാര്യം എന്താ വെച്ചാൽ ഞാൻ രാവിലെ 9 മണിക്ക് പോലെ രാത്രി 8 മണിക്കാണ് എത്തുക. ഈ വീഡിയോ തന്നെ ഞാൻ ഒരുപാട് രാത്രി ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു 3-4 ദിവസം കൊണ്ടേ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളിലാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്. അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. എന്നാലാണ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അത്രയുള്ള ദിവസത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.